ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നുള്ള തെളിവുണ്ടോ എന്ന് ഈ ആന്റോ അഗസ്റ്റിൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ശീതീകരിച്ച മുറിയിലിരുന്ന് വൈകുന്നേരം വാർത്തകൾ പടച്ചുവിടുന്ന കോട്ടിട്ട ഈ റിപ്പോർട്ടർ ചാനലിന്റെ കുറെ തമ്പുരാക്കന്മാരുടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പടച്ചുവിട്ട വാർത്തകൾക്ക് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നോ? ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ദിവസം തോറും ഓരോ വാർത്തകൾ പടച്ചുവിടാറ്? ഞാൻ എറണാകുളത്ത് GCDA ഗ്രൗണ്ടില് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം. റിപ്പോർട്ടർ ചാനലിന് മുമ്പിൽ സ്ഥാപന ഉടമകൾക്കെതിരെ ED അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ചയുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഭാരതത്തിലെ തന്നെ കായിക പ്രേമികളെ വഞ്ചിച്ചുകൊണ്ട് തന്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിനെതിരായുള്ള പ്രതിഷേധ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. നിരവധി കാലങ്ങളായിട്ട് പല തരത്തിലുള്ള തട്ടുകളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനലിൽ MD ആയി കയറി കറങ്ങുന്ന കസേരയിൽ കോട്ടിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന കള്ളനല്ലാതെ ആവൂല. ഇവിടെ എല്ലാവർക്കും അറിയാം ഇവൻ പൂര തട്ടിപ്പാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തട്ടിപ്പിനെതിരെ കേരളത്തിലെ യുവമോർച്ച ഇന്ന് എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ റിപ്പോർട്ടർ ചാനലിന്റെ മുമ്പിൽ ആന്റോ അഗസ്റ്റിനെതിരെയുള്ള പ്രതിഷേധവുമായിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ പത്രധർമ്മം അല്ലെങ്കിൽ മീഡിയ ധർമ്മം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ഈ രാജ്യത്ത് ജനങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായിട്ട് വാർത്തകൾ എത്തിക്കേണ്ട ബാധ്യത ഈ കാലഘട്ടത്തിൽ പത്രമാധ്യമങ്ങൾക്കും വിഷ്വൽ മാധ്യമങ്ങൾക്കും ഉണ്ട്. അതിൻ്റെ തന്നെ ഒരു MD രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പറ്റുകൊണ്ട് തൻ്റെ സ്ഥാപനത്തിന് പ്രശസ്തി വരുത്താമെന്ന് തീരുമാനിക്കുന്നത് മാധ്യമധർമ്മത്തിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കലാണ്. സാധാരണ ഡ്യൂപ്ലിക്കേറ്റ് സാധനമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് മെസ്സി എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് 2 പ്രാവശ്യം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ തെറ്റിദ്ധരിപ്പിച്ചു. മാത്രമല്ല അതിൻ്റെ പേരിൽ GCDAയിൽ കുറേ മുന്നൊരുക്കങ്ങൾ എല്ലാം നടത്തി. ഇപ്പോഴാണ് നമ്മളറിയുന്നത് മെസ്സി പോലും ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടില്ല. ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം. അത്രത്തോളം വലിയ തട്ടിപ്പാണ് നടന്നത്. പത്രധർമ്മം തൻ്റെ കയ്യിലൊരു റിപ്പോർട്ടർ ചാനൽ എന്നൊരു ചാനലുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഗവൺമെൻറ് തൊടൂല, പോലീസുകാർ എൻ്റെ അടുത്തേക്ക് എത്തില്ല, പത്രപ്രവർത്തകർ എനിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കില്ല. ഇത്തരത്തിലുള്ള ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ചാനല് പുതിയതായിട്ട് വാങ്ങിയത്. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ചാനൽ എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് പലരും കൂടെ നിൽക്കുന്നുള്ളൊരു മിഥ്യാധാരണയാണ്. ഇത്തരം കോടികൾ ആൾക്കാരെ പറ്റിച്ചെടുത്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലോകപ്രശസ്തനായിട്ടുള്ള ഫുട്ബോൾ കളിക്കാരൻ മെസ്സിയെ ഞാൻ എറണാകുളത്ത് GCDA ഗ്രൗണ്ടിൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മന്ത്രി വരെ കൂടെ നിന്നു അബ്ദുൾ റഹ്മാൻ. എന്തായാലും ഇപ്പോ സത്യം പുറത്തു വന്നിരിക്കുന്നു. അതിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഉജ്ജ്വലമായ സമരത്തിന്റെ, യുവമോർച്ച നടത്തുന്ന ഉജ്ജ്വലമായ സമരത്തിന്റെ ആരംഭമാണ് കുറിക്കുന്നത്.
അബ്ദുൾ റഹ്മാനും ആന്റോ അഗസ്റ്റിനും ചേർന്ന ഒരു വലിയ ഗൂഢാലോചനയായിരുന്നു ഇവിടെ നടന്നത്. തീർത്തും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചാനലിന്റെ പ്രൊമോഷന് വേണ്ടി ഗൂഢാലോചന നടത്തിയാണ് മെസ്സി വരും മെസ്സി വരും മെസ്സി വരും എന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കി, പ്രേക്ഷകരെ വിഡ്ഢികളാക്കി. എന്നിട്ട് ഇപ്പോ മിസ്റ്റർ അഗസ്റ്റിൻ പറയുകയാണ് മെസ്സിക്ക് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് കേരളത്തിലില്ല എന്ന്. ഇതൊക്കെ എന്ത് സാങ്കേതിക ഉള്ളത് സ്പോർട്സ് രംഗത്ത് ഇയാൾ നിശ്ചയിക്കുകയാണ്. മെസ്സിക്ക് വരാൻ പറ്റിയ കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് ഇവിടെ ഇല്ല. ഈ ചാനലിന് സെക്യൂരിറ്റി ക്ലിയറൻസ് ഉണ്ടോ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പോഴും കോടതിയുടെ പരിഗണനയില്ല. ഈ ചാനലിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിന് പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി എംഫീൽഡ് കൊടുത്തതിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ അന്വേഷണം നടക്കുകയാണ്. പൈസ കൊടുത്താൽ ആൾക്കും എൻഫീൽഡ്, പൈസ കൊടുത്താൽ ഡോക്ടറേറ്റ്, അങ്ങനെ തന്റെ എല്ലാ കളവും മറച്ചു വെക്കാൻ കുറച്ച് പണമിറക്കി ഒരു ചാനൽ വാങ്ങി അതിന്റെ നെഞ്ചത്ത് കയറിയിരുന്നാൽ എല്ലാവരെയും പേടിപ്പിച്ചും അങ്ങനെ എന്തും ചെയ്യാമെന്നുള്ള ഈ അഗസ്റ്റൻ സഹോദരന്മാരുടെ വ്യാമോഹം കേരളത്തിൽ വെച്ച് പുറപ്പിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിങ്ങൾ കണ്ടു, രാജാവിനെക്കാട്ടിലും വലിയ രാജ്യസ്നേഹമാണ്. കൈരളി പോലും കാണിക്കാത്ത ആവേശമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ആന്റോ അഗസ്റ്റിന്റെ ചാനൽ ആവേശം കാണിച്ചിരുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? അവസാനം സഖാക്കന്മാർക്ക് വരെ സംശയം തോന്നി, കൈരളിയാണോ ഈ അഗസ്റ്റിന്റെ റിപ്പോർട്ടർ ചാനലാണോ CPM-ന്റെ ഒഫീഷ്യൽ ചാനലെന്ന് സഖാക്കന്മാർക്ക് പോലും തലയിൽ മുടിയുള്ളവനും മുടിയില്ലാത്തവനും തലയുടെ ഉള്ളിലൊന്നും ഇല്ലാത്തവനും കാണിച്ച ആവേശം ഞാനും നിങ്ങളും കണ്ടതല്ലേ. അതിന് പിണറായി വിജയന്റെ ഒത്താശയുണ്ടായിരുന്നു. അബ്ദുൾ റഹ്മാൻ പണമുണ്ടാക്കാൻ വേണ്ടി ഈ ആന്റോ അഗസ്റ്റിനുമായി ചേർന്ന് സ്വന്തം ചാനൽ കാണുന്ന പ്രേക്ഷകരോടെങ്കിലും അല്പം മാനിക്കണം. എന്താ ഈ മാധ്യമ ധർമ്മം എന്നൊന്നുണ്ടോ? ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നുള്ള തെളിവുണ്ടോ എന്ന് ഈ ആന്റോ അഗസ്റ്റിൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ശീതീകരിച്ച മുറിയിലിരുന്ന് വൈകുന്നേരം വാർത്തകൾ പടച്ചുവിടുന്ന കോട്ടിട്ട ഈ റിപ്പോർട്ടർ ചാനലിന്റെ കുറെ തമ്പുരാക്കന്മാരുടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പടച്ചുവിട്ട വാർത്തകൾക്ക് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നോ? ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ദിവസം തോറും ഓരോ വാർത്തകൾ പടച്ചുവിടാറ്? എന്നിട്ട് ഇപ്പൊ ചോദിക്കുകയാണ്, റിപ്പോർട്ടർ ചാനൽ അബ്ദുൾ റഹ്മാനുമായി ഗൂഢാലോചന നടത്തി മെസ്സി വരുവാൻ വേണ്ടി ഞങ്ങൾ മുൻകൈയെടുത്തതിൽ ആരോപണം ഉന്നയിക്കുന്നവരുടെ മുമ്പിൽ ചോദിക്കുകയാണ്, തെളിവുണ്ടോ എന്ന്. ഇത് ചോദിക്കാനുള്ള ഉളുപ്പുണ്ടോ? ഇനിയും നിങ്ങൾ മലയാളികളെ വിഡ്ഢികളാക്കണ്ട. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ പല പണിയും ചെയ്യാം, കളവ് പണിയും നടത്താം. പക്ഷേ സ്വന്തം ചാനലിലെ പ്രേക്ഷകരെയും മലയാളികളെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഇനിയും നിയമത്തിന് മുമ്പിൽ ഹാജരാവണം. ഇപ്പൊ പറയുന്നത് പുതിയ സർക്കാർ ഞങ്ങൾക്ക് പറയുന്നത് ഇതിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ദുരൂഹതയിലാണ്. ഈ റിപ്പോർട്ടർ ചാനലിനെതിരെ ED അന്വേഷണം നടത്തണം. കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തി, ED അന്വേഷണം നടത്തി ഈ ചാനലിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഉൾപ്പെടെ ഇതിന് ലൈസൻസ് തന്നെ കൊടുക്കാൻ പറ്റുമോ? ഈ സ്ഥാപനം അടച്ചുപൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കേരള ജനതയെ വഞ്ചിച്ച കാട്ടുകള്ള ആന്റപ്പ, മറുപടി പറയൂ ആന്റപ്പ. ജയ് 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 യുവമോർച്ച, ജയ് 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 യുവമോർച്ച, ജയ് 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 യുവമോർച്ച, ജയ് 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 യുവമോർച്ച, ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ.